ഞാനപ്പോൾ നമ്മുടെ തുമ്പീനെയും കൊണ്ട് ഗുരുവായൂർക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. തുമ്പിയുടെ നോട്ടം കണ്ടോ അച്ചടനെ എവിടേക്കാ തള്ളയെ കൊണ്ടുപോകണമെന്ന് നോക്കിയിട്ടാണ് മുപ്പത്തിയാറ് ഇരിക്കണേ കേട്ടോ. അച്ചോടാ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് കൂട്ടിയിരിക്കണേ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് മൊത്തം നല്ല അടിപൊളിഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേൾക്കട്ടാ. ഞങ്ങളപ്പോൾ തിരിച്ച് ഞഞ്ചൂലിയുടെ വീട്ടിലെത്തി. ഭയങ്കര ഭംഗിയുള്ള വീടാണ് കേട്ടോ. അവള് ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞ കാര്യത്തിൽ അവൾ പുപ്പുലിയാണ്. എനിക്ക് ആ ഓർഗനൈസേഷൻ ആ ഒരു പ്രാന്ത് കിട്ടിയത് അവളെ നിന്നാണ് കേട്ടോ. ഇതാ ഞങ്ങൾ തുമ്പി ഭയങ്കര ഓട്ടമായിരുന്നു. പിന്നെ എനിക്ക് ഫുഡ് നല്ല പയറുപ്പേരും പരിപ്പ് കുത്തി കാച്ചതൊക്കെ ആയിട്ട് നല്ല തട്ടി ഞാൻ. പിന്നെ സാമും ജോവാക്കിമും പിന്നെ തുമ്പിനെ കണ്ടപ്പോൾ ഭയങ്കര ആക്രാന്തായിരുന്നു. അവളുടെ ബെഡ്റൂമാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് വെച്ചിട്ടാ. ഞാൻ ബാത്റൂം എടുത്ത് അവളെന്നെ തെറി പറയുമെന്ന് എനിക്ക് അറിയില്ല. ദെൻ ഇത് അവളുടെ വീടിൻ്റെ ഉൾഭാഗമാണ്. ഞാൻ ഏതെങ്കിലും ദിവസം എപ്പോഴെങ്കിലും അവളുടെ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്യാം. എന്തുകൊണ്ടാണ് എൻ്റെ ഹോം ടൂർ ചെയ്യാത്തതെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ പറഞ്ഞല്ലോ മുന്നേ എൻ്റെ ഹോം ടൂറൊക്കെ പതുക്കെ ചെയ്യാം, എല്ലാം സെറ്റ് ആവട്ടെ. ദാ ഈ കാണുന്ന മുതലാണ് എൻ്റെ ജൂലി, എൻ്റെ സുന്ദരിത. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ശിങ്കാരിമേളം കാണട്ടാ. അവിടുന്ന് ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും അമ്മ നല്ല അടിപൊളി ഒരു പൂക്കളുണ്ട്, നല്ല അടിപൊളി ജ്യൂസ് കഷായം എന്നൊക്കെ പറയാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ശരി എന്ന് വെച്ചാൽ ബൈ.